ഇത് ബസ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാ ഫ്രണ്ടിൽ ബാനർ അത് എന്നെ जय बोलो भारत माता के जय बोलो भारत माता के प्रतिषेध प्रतिषेध बीजेपी प्रतिषेध प्रतिषेध
രാഹുൽ ഗാന്ധിയുടെ ഈ രാജ്യത്തിലുള്ള മക്കളെ ശക്തികൾ ഒരുമിച്ച് ഇന്ത്യയെ കുടിയിരിക്കുകയാണ്. ആ ശക്തികൾ രാജ്യത്തിന്റെ ഭരണഘടനയെയും രാജ്യത്തിന്റെ റിപ്പബ്ലിക്കുകളെയും രാജ്യത്തിന്റെ പരമാധികാരത്തെയും രാജ്യത്തിന്റെ പാർലമെന്റിനെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും സംവിധാനങ്ങളുടെ ഓഫീസിനെയും അതിക്രമിക്കാനും അവിടെ ആക്രമണം അടിച്ചുവിടാനും തയ്യാറായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ നീറ്റിന്റെ പേരിലാണ് ഇവിടുത്തെ കോൺഗ്രസുകാര് ഇന്ന് സമരവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഈ രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾ പറയാനുള്ളത്, നീറ്റ് വിഷയത്തിൽ ഇവിടുത്തെ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കരുത്തുള്ള തീരുമാനം എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ്. കേന്ദ്രത്തിന്റെ എയർഫോഴ്സും പഠിച്ച മിലിറ്ററിയും പഠിച്ച സംവിധാനങ്ങൾ ഈ കേരളത്തിലെ കുട്ടികളുടെ പരീക്ഷാ സുഗമമായിട്ട് നടത്തിക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രംഗത്തിറങ്ങിയ സംഭവം ഇവിടെയുള്ള ഈ രാജ്യത്തുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ പേരുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അങ്ങനെ ചരിത്രത്തെ ഏറ്റവും എടുത്തിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ നീറ്റ് പാർക്കുകയും ചെയ്തു, പരീക്ഷ നടത്തുകയും ചെയ്തു. ആ സമയത്തൊരു പാർട്ടിയില്ലാതെ ഉല്ലാസയാത്ര നടത്തിയ കോടിക്കാഴ്ചയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ വന്നിട്ട് ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനായി സുരക്ഷാ സംവിധാനമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറാനും അവിടെ അക്രമം വരിച്ചുവിടുവാനും നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്ത് ഗാന്ധിയുടെ പാർട്ടിക്കോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രോഗത്തിൽ തൊടാനുള്ള കരുത്ത് ഈ രാജ്യത്തില്ല എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും സന്നിഹിതരാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ MLA ശ്രീ രാജീവ് ചന്ദ്രശേഖർ, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ MLA ശ്രീ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം നരേന്ദ്രമോദിജി ജനാധിപത്യപരമായ ഇലക്ടഡ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ എത്രയോ ജനങ്ങളാണ്. ഒരു ലെജിറ്റിമേറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഒരു ലീഡറാണ് അദ്ദേഹത്തിനെയോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പന് സാധിക്കില്ല എന്ന് ഞാൻ പറയാനാകുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി. ഈ നീറ്റ് എക്സാമിനേഷന്റെ ലീക്ക് നടന്നപ്പോൾ അന്ന് മുതൽ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കണം. മെയ് മുതൽ CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഉദ്യോഗസ്ഥന്മാരെ മാറ്റി, നീറ്റ് റീ എക്സാമിനേഷൻ നടത്തി, എല്ലാം സക്സസ്ഫുൾ ആയി ചെയ്തു. ഇന്ന് സ്റ്റുഡൻസിന്റെ ഭാവിക്ക് വേണ്ടി, വിദ്യാർത്ഥി യുവാക്കളുടെ ഭാവിക്ക് വേണ്ടി അവർക്ക് സമരം ചെയ്യാൻ അവർക്കൊരു അവകാശമുണ്ട്. ഇത് സംബന്ധിക്കുന്ന ഒരു പാർലമെന്റാണ്. സമരം ചെയ്യണം, ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പരിശോധിക്കണം. ഇന്നലെ അദ്ദേഹം പറഞ്ഞു ഇതൊരു പാപമാണ്. അപ്പോൾ കൃത്യമായി BJPയും നരേന്ദ്രമോദി സർക്കാരാണ് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി 12 കൊല്ലമായി അധ്വാനിക്കുന്നതും ഇന്ത്യയും അധ്വാനിക്കും, ഇനിയും പ്രവർത്തിക്കും. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ കുട്ടികളുടെ പേരിൽ കോൺഗ്രസ് മുതലെടുക്കുന്ന ഈ രാഷ്ട്രീയം നമ്മൾ മറക്കരുത്. ആ കുട്ടികളവിടെ ഇരിക്കുമ്പോൾ നഡ്ഡാജിയാണ് അവരെ പോയി കണ്ടത്, ജിതേന്ദ്ര സിംഗിയാണ് അവരെ പോയി കണ്ടത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ ഒരു മിനിറ്റ് പോയില്ല അവരൊപ്പം സംസാരിക്കാനോ കാണാനോ. അവർ എത്തിയത് എവിടെയാണ്?
പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ ആരോപത്തി ഉമർ ഖാലിദ് ടുക്ടേ ഗാങ് ആർട്ടിക്കിൾ 370 മണിയോടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ വ്യക്തികൾ അവരൊപ്പമാണ് ഈ രാഷ്ട്രീയം ചെയ്യുന്നത്. ഞാൻ ആദ്യമല്ല ഇത് വിചാരിക്കുന്നത് ഈ ഒരു അവസരവാദ രാഷ്ട്രമാണ്. അതൊന്നുമല്ല, ഇതൊരു ഗൂഢാലോചനയാണ്. കോൺഗ്രസിലെ ജനാധിപത്യ വഴി അവർക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. 14, 19, 24 ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം ജനങ്ങളിപ്പം തീരുമാനിച്ച ഒരു നല്ല മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്. അപ്പോൾ ഏത് വഴിയാണ് അവർക്ക് ഈ ഭരണത്തിൽ വരാൻ ഒരു സാധ്യത? ഇങ്ങനത്തെ ഒരു ഗൂഢാലോചന ജനാധിപത്യത്തിന് അട്ടിമറിച്ച് അത് നമ്മൾ ആദ്യം കണ്ടതാണ് കർഷക സമരത്തിന്റെ സമയം, അത് കഴിഞ്ഞ് CA സമരത്തിന്റെ സമയം. അതിന്റെ അന്വേഷണം നടത്തിയപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിച്ച് അതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയുന്നു, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരണഘടനയിൽ പ്രതിജ്ഞയെടുത്ത മുഖ്യമന്ത്രി അവിടെ പോയി നിയമം ലംഘിച്ചു, വയലേറ്റിംഗ് ലോസ്. വരാൻ പോകുന്ന ദിവസത്തിൽ അദ്ദേഹം മാപ്പ് പറയും. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പുറത്തു വരുമ്പോൾ, ഈ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണെന്ന് പുറത്തു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ, പ്രിയങ്ക ഗാന്ധിയാണോ, VD സതീശനാണോ മാപ്പ് ചോദിക്കും. ഞാൻ ഇന്ന് ഉറപ്പായി പറഞ്ഞു, കർഷക സമരത്തിന്റെ സമയത്തും CA സമരത്തിന്റെ സമയത്തും ഇതിന് നടന്നത് ഒരു ഗൂഢാലോചന. എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിജിനെ മാറ്റണം, BJP NDA സർക്കാരിനെ മാറ്റണം, ഇതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിന്റെ പേരാണ് ജനങ്ങൾ, ഇന്ത്യൻ സിറ്റിസൺസ്. അവർ കോൺഗ്രസുകാര് എന്ത് നാടകം ചെയ്താലും, ഏത് ഗൂഢാലോചന ചെയ്താലും, ജമാഅത്തോ ചൈനയോ പാകിസ്ഥാനോ ആരുടെ പങ്കാളിയാക്കിയാലും ഈ നാടിന്റെ ജനങ്ങള് ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞിട്ട് ഈ നാടിനെ സംരക്ഷിക്കും, രാജ്യത്തിനെ സംരക്ഷിക്കും. നമ്മുടെ BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ BB ഗോപൻ, ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സമാരാധനായ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എം.എൽ.എ, ഇന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, MLA അടക്കമുള്ള ഏറെ ബഹുമാനരായ സഹപ്രവർത്തകരെ, ഈ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയുടെ സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന, നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിദേശ ഏജൻസികളുമായി ചേർന്നുകൊണ്ട് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സുതാര്യമായ സത്യസന്ധമായ അന്വേഷണത്തിന് ആരാധ്യനായ പ്രധാനമന്ത്രി ഉത്തരവിടുകയുണ്ടായി. പക്ഷേ ആ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് ഒരു പ്രതിഷേധ മാർച്ച്, അത് CJP എന്ന പേരിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് നമ്മൾ കാണുകയുണ്ടായി. ഈ സമരം നടക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി അവിടെ എത്തി ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. എന്താണ് നിങ്ങളുടെ ആവശ്യം? പാർലമെന്റിൽ ചർച്ച നടത്തണം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് പറഞ്ഞത്. അത് അംഗീകരിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് പിന്നീട് ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതെന്ത് നീതിയാണ്? ജനാധിപത്യ സംവിധാനത്തില് ലോകസഭയിൽ ചർച്ച നടത്താമെന്ന് പറഞ്ഞു. അത് അംഗീകരിക്കാതെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് നടത്തിയ സമരം നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു, മുമ്പ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചത് ായിരുന്നു. കർഷക സമരത്തിന്റെ അവസാനം നമ്മൾ കണ്ടു. ഇന്ത്യയുടെ പതാക വലിച്ചു കീറുന്ന ഖാലിസ്ഥാൻ വാദികളുടെ മുന്നിൽ കീഴടങ്ങിയ സമരം, ആ അങ്ങനെയാണ് അവസാനിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്,
വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കേരള നിയമസഭയിൽ ആ നിയമത്തിനെതിരായി ഒരുമിച്ച് നിന്ന LDFും UDFും അതേ വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് നടത്തിയ നീറ്റ് സമരം, ആ സമരത്തിന്റെ എന്താണ് അതിന്റെ പിന്നിലുള്ളത്, ആ സമരത്തിന് ആരാണ് ഫണ്ടിങ് നടത്തിയത് നമ്മൾ കണ്ടു. CJPക്കാർ ഒരു കൈയിൽ ഭരണഘടനയും മറു കൈയിൽ കല്ലുമായിട്ടാണ് ആ പാർലമെന്റ് മന്ദിരത്തില് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നമ്മൾ കണ്ടു. കേരളത്തിലെ ഒരു ചാനൽ പ്രവർത്തകന് വരെ ആ കല്ലേറിൽ പരിക്കുണ്ടായി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതീവ സുരക്ഷയുള്ള ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ പോലും എടുക്കേണ്ട മുൻകരുതലുകൾ പോലീസ് എടുത്ത് ആ സമരത്തെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴും അക്രമ സമരത്തിലേക്ക് പോയത് ഈ കർഷക സമരത്തിലെപ്പോൾ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമ സമരത്തിലെ വിദേശ ഏജൻസികൾ ആരാണ്, വിദേശ ഫണ്ടിങ് ആരാണ്, അത് അന്വേഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് പിന്നിലുള്ള ഇത്തരം ഗൂഢാലോചന കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ സമരത്തെ സംബന്ധിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. സമാരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കില്ല. അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള കരുത്ത് കോടിക്കണക്കിന് വരുന്ന BJP പ്രവർത്തകർക്കുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷനും MLAയുമായിട്ടുള്ള ശ്രീ V. മുരളീധരൻ അവർകൾ. ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മാർച്ചിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ നിയമസഭാ നേതാവ് പി ഗോപകുമാർ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവും വളരെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. തരത്തിലുള്ള അക്രമ സംഭവം നടന്നത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി വഹിക്കുന്ന ഒരാൾ പോലും ഇത്രയും തരം താണ രീതിയിൽ പെരുമാറിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമമനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ സമരത്തിന് ഇറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനും അക്കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. കാരണം അവര് പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. പക്ഷേ പ്രതിപക്ഷം എതിർപ്പിന്റെ രാഷ്ട്രീയത്തിന് പകരം ഇന്നലെ ഡൽഹിയിൽ അഴിച്ചുവിട്ടത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിലുടനീളം കലാപവും അക്രമവും അഴിച്ചുവിട്ടുകൊണ്ട്, ഡൽഹിയിൽ മാത്രമല്ല ഇന്നലെ നടന്ന ചില പ്രചരണങ്ങൾ, സമരത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി വെടിയേറ്റ് മരിച്ചു എന്നുള്ള ഒരു പ്രചരണം നടന്നു. വാസ്തവത്തിൽ ഇന്നലെ നടന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തിന് പിന്നിൽ ഒരു പെൺകുട്ടിയുടെ മരണം മാത്രമല്ല ലക്ഷ്യം വെച്ചിരുന്നത്. ആ സമരത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വസതി അതീവ സുരക്ഷാ മേഖലയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ മേഖലയിലൂടെ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും കടന്നു പോകുന്ന പ്രദേശമാണ്. ഡൽഹിയിലെ ജനങ്ങൾ രാവിലെ ഓഫീസിൽ പോയി, രാവിലെ കോളേജിൽ പോയി, രാവിലെ സ്കൂളിൽ പോയി, വൈകുന്നേരം തിരിച്ചു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും രക്ഷാകർത്താക്കളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു പോകേണ്ട വഴിയാണത്. ആ വഴി മുഴുവൻ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ വഴിയിൽ അക്രമത്തിന് നേതൃത്വം നൽകാൻ, ആ വഴിയിൽ കലാപം അഴിച്ചുവിടാൻ, അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നമുക്കെല്ലാവർക്കും. നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലം, അതിന്റെ ക്രമക്കേടുകളെ കുറിച്ച്, അതിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ആ വീഴ്ചകൾക്ക് ഉത്തരവാദികളായിട്ടുള്ള 13 പേർക്കെതിരായിട്ട്
സർക്കാർ നടപടിയെടുത്തു. ആ 13 പേരെ നൽകാവുന്നതിൽ നിന്ന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകാൻ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെ അതിനു വേണ്ടിയിട്ട് നടപടികൾ എടുക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തരത്തിൽ അരാജകത്വം അഴിച്ചുവിടാൻ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കടുത്ത നിരാശ. ഏറ്റവും ഒടുവിൽ നടന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ആസാമിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു, തുടർച്ചയായി 3ാം തവണ. ബംഗാളിൽ കോൺഗ്രസ് നിശേഷം തുടച്ചു നീക്കപ്പെട്ടു, ഒരു സീറ്റ് പോലും ഇല്ലാതെ. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ കൂട്ടുകക്ഷിയായിട്ടുള്ള DMK-യുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ കോൺഗ്രസും DMK-യും ഉൾപ്പെടുന്ന മുന്നണി, ആ മുന്നണി നാമാവശേഷമായി. അങ്ങനെ രാജ്യത്തെ ജനങ്ങൾ തിരസ്കരിച്ച ഒരു പാർട്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് അരാജകത്വത്തിന് ആഹ്വാനം കൊടുക്കുമ്പോ സ്വാഭാവികമായും അതിനെതിരായിട്ട് പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഈ നാടിനോട് കൂറുള്ളവരുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അരാജകത്വത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന മാർച്ച് നടത്തിയിട്ടുള്ളത്. ഈ മാർച്ചിനോട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാനായി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ മാർച്ചിൽ പങ്കെടുത്ത പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് അവസാനിച്ചതായിട്ട് അറിയിക്കും.
രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആരായാലും വേണ്ടില്ല
Thank you.
പരിപാടി കഴിഞ്ഞു പറഞ്ഞവിടെ നിൽക്കുന്നേ സ്ഥലത്താണ്. അല്ലാതെ ഇന്നലെ കോൺഗ്രസ് ചെയ്തതുപോലെ കമ്പം കല്ലുമൊക്കെ ആയിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ ചെന്നിട്ട് താണ്ടവാടയല്ലല്ലോ ചെയ്തത്. ഏറ്റവും മുതിർന്ന മന്ത്രിമാർ പോലും പോയി പറഞ്ഞല്ലോ ഇവിടെ സമരം ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ ചെല്ലുന്നതിനോടൊപ്പം അൺവാണ്ടഡ് എലമെൻറ്റ്സ്, ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ഒക്കെ തന്നെ അവരോടൊപ്പം കൂടുകയാണ് അവിടെ. ഇതൊക്കെ തന്നെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ബാധിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ പല രാജ്യങ്ങളും ഭാരതത്തിൽ നടക്കുന്ന ഓരോ ചലനവും നിരീക്ഷിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുൻപിൽ, രാഷ്ട്രപതി ഭവന് മുന്നിലൊക്കെ ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ്. അവിടെ പോയിട്ട് കല്ലുമായിട്ട് പോയി പ്രധാനമന്ത്രിയുടെ വീടിനെ ആക്രമിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങൾക്കുണ്ടായിരിക്കുമോ? അപ്പോൾ ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്തപ്പോഴേക്കും അതിനെ പുരുഷ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെയാണല്ലോ. പക്ഷേ കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. ശക്തമായിട്ട് നാളിതുവരെ കണ്ടില്ലാത്ത പ്രതിഷേധം കോൺഗ്രസ് നേരിടേണ്ടി വരും. അത് അവസാനിപ്പിക്കണമെന്ന് പറയുകയാണ്. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഇന്ന് ശക്തമായ നടപടിയെടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കാം. ഓക്കെ. ഇന്നലെ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവർ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീട്ടിലെടുത്ത് അതിക്രമിച്ച് കയറാൻ നോക്കി. ഒന്ന് ആലോചിക്കണം, അവർക്ക് സമരം ചെയ്യാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് കാണണം അവരുടെ ഒരു രണ്ട് നിലപാട്, ഇരട്ട നിലപാട്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങൾ പ്രൊട്ടസ്റ്റുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു, ഞങ്ങളുടെ ഒരു പ്രവർത്തകയെ കർണത്തടിച്ചു, ഞങ്ങളുടെ 2-3 പ്രവർത്തകരെ ലാത്തിയിട്ട് കുത്താൻ നോക്കി. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾ പല പ്രവർത്തകരും പരിക്കേറ്റിരിക്കുകയാണ്. ഞങ്ങളതിന് കൈ കെട്ടി നോക്കിക്കാൻ ഇത് കോൺഗ്രസ് പാർട്ടി അല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കൊരു വിചാരവും ഇതൊക്കെ ഉണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടി ഇവിടെ കൊമ്പുള്ള പാർട്ടിയാണെന്നൊക്കെ. അധികാരം നിങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യവശാലാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് മാത്രം അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് കൊണ്ടെന്ന് കരുതരുത്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ജനങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ PSCയുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് PSCയുടെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് മൗലികമായ ധർമ്മമാണ് ഈ മുഖ്യമന്ത്രിക്കുള്ളത്? എന്നിട്ട് യുവാക്കളുടെ വിഷയമെന്നും പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വീട് കയറി ആക്രമിക്കാൻ. അപ്പം അതുകൊണ്ട് ഇത് കേരളമാണ് എന്ന് പറയുന്നതോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യവും വിവരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ഒത്തിരി ആളൊന്നും പറ്റിക്കാൻ പറ്റത്തില്ല. ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം മഹിളാ മോർച്ചയുടെ സെക്രട്ടറിയായ ബീന എന്ന് പറഞ്ഞ ചേച്ചിയാണ് ഇന്നിപ്പോൾ പോലീസുകാരെ അതിക്രമിച്ചത്. അവരുടെ ഈ ആക്രമണ വാസന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. നമ്മൾ ഇവിടെ പ്രസിഡന്റ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജില്ലാ പ്രസിഡന്റ്. അതിനിടയിലാണ് സ്ത്രീകളെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ കോൺഗ്രസിൻ്റെ പോലീസുകാർ ഇങ്ങനെ നല്ല രീതിയിൽ അവരെ ഉപദ്രവിച്ച് അവരെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും രൂക്ഷമായ രീതിയിൽ ഇവർക്ക് ഈ പ്രവർത്തകരോട് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട കാര്യം എന്തെന്നുള്ളത് അറിയില്ല. പോലീസിനുള്ളിൽ എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഈ കോൺഗ്രസിൻ്റെ ഗൂഢമായ ലക്ഷ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണോ നടത്തുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പാർട്ടിയുടെ പേരിലും പള്ളിയുടെ പേരിലും ഓരോ പാർട്ടി ഉണ്ടാക്കുകയും അതിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോട്ട് വസതിയിലോട്ടുമൊക്കെ മാർച്ച് സംഘടിപ്പിക്കുകയും അതിന് കുറേ ന്യായീകരണങ്ങൾ ഉണ്ടാക്കുകയും ഇവിടുത്തെ കുറേ പ്രബുദ്ധരായ മലയാളികളെന്ന് അവകാശപ്പെടുന്നവർ അവർക്ക് വേണ്ടിയിട്ട് വലിയ വീരവാദങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്ക് എന്താണ് യുവാക്കളെ യുവതരംഗത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ പാറ്റ എന്ന ഈ പാർട്ടിക്കാരുടെ ആവശ്യം.
അവർ ഇതിനു വേണ്ടിയിട്ട് പക്ഷേ ഭരിക്കുന്നത് BJP ആണെങ്കിൽ ഇത് നടക്കില്ല. ഒരു കാരണവശാലും നടക്കാൻ ഞങ്ങളാരും സമ്മതിക്കുകയില്ല. ഇവരുടെ ഈ അവരെന്തോ പറയുന്നുണ്ട്, ഞങ്ങൾ പൂവും കൊണ്ടാണ്, റോസാപ്പൂവും കൊണ്ടാണ് പോയത് സമാധാനപരമായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ആൾക്കാരെ അവിടെ ചെന്ന് പോലീസുകാരെ കല്ലെറിയുക, ഇതാണോ പൂവ്? ഇതാണോ ഉദ്ദേശിക്കുന്നത്? അക്രമവാസന വളച്ചെടുക്കുന്ന രീതിയിൽ അവർ പ്രവർത്തനം ആരംഭിച്ച ശേഷം എല്ലാവരോടും പറയുകയാണ്, ഞങ്ങൾ സമാധാനപരമായിട്ട് ഇവിടെ ഒരു പാറ്റയും പല്ലിയും പൂച്ചയും ഒന്നും വാഴില്ല. ഭരിക്കുന്നത് BJP ആണ്, മോദിജിയാണ്. അതിനാൽ ഒരു കാരണവശാലും ഈ കള്ളഭൂഷത്രങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല. ഇതിനൊക്കെ ഉള്ള ഫണ്ട് എവിടെ നിന്ന് വരുന്നു? ചിന്തിക്കുക. യുവശക്തിയെ നശിപ്പിക്കുക. അതിന് അങ്ങനെയെങ്കിലും ഈ മോദിജി അല്ലെങ്കിൽ BJP എന്നുള്ള ശക്തിയെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഈ പാർട്ടി പ്രവർത്തനം. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. മർദ്ദനമേറ്റ പ്രവർത്തക ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. എന്താ അവരുടെ നില ഇത്തിരി പ്രശ്നത്തിലാണ്. അപ്പം അവരെന്തായാലും ഞങ്ങളൊന്ന് ഒന്നാമത് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അവർ. അതും കൂടെ ഉള്ള ഒരു കാര്യമാണ്. അവർക്ക് വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ സമാധാനപരമായിട്ടാണ് നിന്നത്. പക്ഷേ അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ടാണ് ഈ പോലീസുകാർ നിർത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ഞങ്ങളിത് വെറുതെ വിടാൻ തയ്യാറല്ല. നടപടി ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും മിണ്ടാതിരിക്കുന്നു. ഇത് മഹിളാ മോർച്ചയാണ് പറയുന്നത്, BJPയുടെ മഹിളാ മോർച്ചയാണ്. ഞാൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം മഹിളാ മോർച്ചയുടെ പ്രസിഡൻ്റാണ്. അപ്പം ഞങ്ങൾക്കിത് പൂർണ്ണമായും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഈ കാഴ്ചകൾ കണ്ട് രസിക്കാമെന്ന് ആരും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഈ കോൺഗ്രസ്സുകാരുടെ ഈ അവഗണന, ഞങ്ങളോടുള്ള പാർട്ടി പ്രവർത്തകരോടുള്ള ഈ പൊതുജനങ്ങളോടുള്ള അവഗണന പൂർണ്ണമായും വച്ചു വാഴിക്കാൻ പറ്റില്ല.